ഈ ബ്രേക്കപ്പ് ഇതൊക്കെ ലൈഫിൽ ഉണ്ടാവും കേസ്. ഇതൊന്നും ഇല്ലെങ്കിൽ സത്യം പറഞ്ഞ ഒരു രസമില്ല, മനസ്സിലായ? ഇതൊക്കെ ജീവിതത്തിൽ വേണം. പക്ഷേ ഇതിലൊന്നും അല്ല നിങ്ങളുടെ സന്തോഷം ഇരിക്കുന്നത്, മനസ്സിലായ? ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്തിട്ട് പ്രൗഡായിട്ട് പോയി നിങ്ങളുടെ പേരൻസിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അത് ജീവിതത്തിൽ വേറെ ഒന്നിനും തരാൻ പറ്റൂല. വേറെ ഒന്നിനും എന്ന് പറഞ്ഞാൽ വേറെ ഒന്നിനും. ലിറ്ററലി ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയാം, എനിക്കും ഉണ്ടായിരുന്ന ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് എല്ലാം. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ഈ പറയണത് പോലെ പേരൻസിൻ്റെയൊക്കെ മുമ്പിൽ പ്രൗഡായിട്ട് നേരെ പോയി നിൽക്കുമ്പോഴോ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളയോ ആഗ്രഹമുള്ളയോ എന്തെങ്കിലും ഒരു സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ, നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷവും നിങ്ങൾ തന്നെ നിങ്ങളിൽ ഒരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ടാക്കിയെടുക്കും. അതിൻ്റെ അപ്പുറത്ത് സന്തോഷം വേറെ ഒന്നിനും കിട്ടത്തില്ല. സത്യം ഞാൻ പറയാം. ഈ ഡൗണൊന്നും ആയിട്ടിരിക്കാതെ നാളത്തെ നിങ്ങളുടെ വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യണം. അത് എന്താണേലും ഞാൻ ഒറ്റ കാര്യം പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ, അതായത് രക്ഷപ്പെടാൻ നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ ആലോചിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പോവുക, നാളെ അത് ചെയ്തു തുടങ്ങുക. നേരെ പോയി കിടന്നുറങ്ങുക, പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ മനസ്സിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നാളെ രാവിലെ എണീറ്റിട്ട് നേരെ ചെയ്തു തുടങ്ങുക. ജോലിയില്ലേ, കണ്ടുപിടിക്കാൻ നോക്ക്. പഠിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറ്റുന്ന ജോലിക്ക് പോയിട്ട് ഡിഗ്രിയോ പ്ലസ് ടു എന്തോ വെച്ചാൽ എഴുതിയെടുക്കുക. എല്ലാത്തിനും ഫിക്സ് ഉണ്ട് ഗൈസ്. ഒന്നിനും ഫിക്സ് ഇല്ലാതില്ല ഈ ലോകത്ത്. ഒന്നിനും ഫിക്സ് ഇല്ലാതില്ല. എന്തതിനൊക്കെ ഫിക്സ് ഇല്ലാത്ത പഠിക്കണമെങ്കിൽ പഠിക്കാം. നമുക്കൊരു മൊമെൻറ്റിൽ നമ്മുടെ മനസ്സിലൊരു ഫയർ വേണം എന്തിനാണേലും. വിഷമിച്ച് ഓർത്ത് ഞാനിങ്ങനെ ആയിപ്പോയി, എൻ്റെ വിധി ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നാൽ അങ്ങനെ ഇരിക്കുകയുള്ളൂ. വിധിയൊക്കെ തിരുത്തി എഴുതുന്നത് നമ്മുടെ തീരുമാനങ്ങളാണ്. എൻ്റെ വീട്ടിൽ രായ്ക്ക് രാമായണം എന്തിനു വേണമെങ്കിലും ജ്യോത്സ്യവും മറ്റേ ഇതും നോക്കി സമയം നോക്കി തുടങ്ങിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയിൽ നിന്ന് ഞാൻ വന്നേ. പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ എന്നോട് ജ്യോത്സ്യം പറഞ്ഞില്ല, ഇത് ചെയ്താൽ നീ സക്സസ്ഫുൾ ആവുന്നു ഇല്ലെന്നും ഒന്നും പറഞ്ഞില്ല. ഞാൻ ജ്യോത്സ്യനോട് ചോദിച്ചിട്ടല്ല എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, മനസ്സിലായ? എൻ്റെ സ്വന്തം ഡിസിഷനാണ്. എൻ്റെ സ്വന്തം ഡിസിഷനിൽ തുടങ്ങിയ സാധനമാണ്. കഴിഞ്ഞ 5-6 വർഷമായിട്ട് അതുകൊണ്ട് കുടുംബം നോക്കണം ഞാൻ. എൻ്റെ കുടുംബം നോക്കി എനിക്കുണ്ടായ മോനെ വരെ ഇപ്പം നോക്കണം. അതുകൊണ്ടാണ്. എന്തായാലും പെൻഡിങ് ഉണ്ടെങ്കിൽ ഗൈസ് ഡു ഇറ്റ് നൗ. 2 ദിവസം 3 ദിവസം കഴിഞ്ഞിട്ടല്ല. നമുക്ക് ന്യൂ ഇയർ റെസൊല്യൂഷൻ അല്ല വേണ്ടുന്നത്. വരാൻ പോണ ഇയർ നമ്മുടെ ഇയർ ആക്കണം, അല്ലാതെ ന്യൂ ഇയർ അല്ല. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.